യൂട്യൂബർ തൊപ്പി എന്ന മുഹമ്മദ് നിഹാദിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സുഹൃത്തുക്കൾ. തൊപ്പി ലഹരി സൂക്ഷിച്ചു എന്നാണ് പരാതി. കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കൾ വീഡിയോയിൽ പ്രദർശിപ്പിച്ചു. നിഹാദിന്റെ MRZ ഗ്യാങ്ങിൽ ഒപ്പമുണ്ടായിരുന്ന മുഹമ്മദ്, ഷമീർ എന്നിവരാണ് ആരോപണവുമായി രംഗത്ത് എത്തിയത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഈ തൊപ്പി എന്ന യൂട്യൂബർ ഇതിനു മുൻപും വാർത്തകളിൽ ഇടം പിടിച്ച വ്യക്തിയാണ്. എന്തായാലും ഇപ്പോൾ ഗുരുതര ആക്ഷേപമാണ് ഉയരുന്നത്. അതും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളാണ് ഇത്തരത്തിൽ ലഹരി സൂക്ഷിച്ചു എന്ന ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്, പരാതി ഉയരുന്നത്. എന്തൊക്കെയാണ് ഈ സുഹൃത്തുക്കളുടെ ആരോപണം? ഒപ്പം തന്നെ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പരാതികൾ ഉയരുന്നുണ്ടോ? ആരോപണങ്ങൾ തന്നെയാണ് ഈ സുഹൃത്തുക്കൾ, അതായത് തൊപ്പിയോടൊപ്പം താമസിക്കുകയും ഇത്തരത്തിൽ കണ്ടന്റുകൾ ഇടുന്നതിൽ തൊപ്പിയെ സഹായിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്ന ആ രണ്ട് ചെറുപ്പക്കാർ അവരടക്കം വന്ന് അവർ പറയുന്നത് തൊപ്പി ഉപയോഗിച്ചിരുന്നു, ആ ലഹരി വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഷെൽഫിൽ നിന്ന്, തൊപ്പിയുടെ മുറിയിലേരെന്ന് പറഞ്ഞൊരു ഷെൽഫിൽ നിന്ന് ലഹരി വസ്തുക്കൾ എടുത്ത് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം മറ്റു ചില ആരോപണങ്ങൾ കൂടി തൊപ്പിക്കെതിരെ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. തൊപ്പി തങ്ങളെ ക്രൂരമായി ആക്രമിക്കുമായിരുന്നുവെന്നും മർദ്ദിച്ചിരുന്നുവെന്നും അടിവസ്ത്രങ്ങൾ വരെ കഴുകാൻ നിർബന്ധിക്കുമായിരുന്നുവെന്നും എല്ലാമാണ് അലക്കേണ്ടി വന്നു എല്ലാം ഉള്ള കാര്യങ്ങൾ ഈ ഒരു ആരോപണങ്ങളായി അവർ പറയുകയും ചെയ്യുന്നുണ്ട്. ക്യാമറയിൽ കാണാത്ത ഒരു രൂപം തൊപ്പിക്കുണ്ട്. അത് ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. അടിമകളെ പോലെയാണ് ഒപ്പമുണ്ടായിരുന്ന ആളുകളെ കാണുന്നത്. ഈ ലൈവ് തീർന്നു കഴിഞ്ഞാൽ വളരെ അസഭ്യ വാക്കുകൾ കൊണ്ടാണ് ഈ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ അഭിസംബോധന ചെയ്യുക. ഒപ്പം തന്നെ മുഖത്ത് കാലുകൊണ്ട് ചവിട്ടും. ശാരീരികമായ ഉപദ്രവങ്ങളും തൊപ്പിയുടെ ഭാഗത്ത് നിന്ന് നേരിട്ടതായി തന്നെയാണ് ഇവർ പരാതിപ്പെടുന്നത്. 2.5 വർഷക്കാലം തൊപ്പിയുടെ കൂടെ ജോലി ചെയ്തിട്ട് ശമ്പളം ഒന്നും നൽകിയില്ല, 1 രൂപ പോലും ശമ്പളം നൽകിയില്ല. മാത്രമല്ല ഈ തുണി അലക്കുക, ഒപ്പം തന്നെ അടിവസ്ത്രം ഉൾപ്പെടെ അലക്കിക്കുന്ന ജോലികളെല്ലാം തന്നെ ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചു എന്നും ഇവർ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും തൊപ്പിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. എന്നാൽ നിലവിൽ പോലീസിൽ ഇത് സംബന്ധിച്ച പരാതികൾ നേരിട്ട് ലഭിച്ചിട്ടില്ല. എന്നാൽ ആഭ്യന്തരമന്ത്രിക്ക് അടക്കം ആഭ്യന്തരമന്ത്രി അടക്കം ശ്രദ്ധിക്കാൻ എന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ ഈ തൊപ്പിയുടെയുമായി ബന്ധപ്പെട്ട് തൊപ്പിയുടെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്, അവരിലേക്ക് ഈ വിവരം എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പരിശോധനകൾ നടത്തുമ്പോൾ ഇതടക്കം കണ്ടെത്തേണ്ടതാണ് എന്നുകൂടി ഇവർ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. തൊപ്പിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത് ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന കാര്യമാണ്. തൊപ്പി പുറത്തു പോയ സമയത്ത്, വിദേശത്തായിരുന്ന സമയത്താണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളും ആ ദൃശ്യങ്ങളിലുള്ള അത് യാഥാർത്ഥ്യമല്ല എന്ന കാര്യം ആണ് അവരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. ജിജീഷ്, യൂട്യൂബർ തൊപ്പി എന്ന മുഹമ്മദ് നിഹാദിനെതിരെയാണ് ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത്. ഇയാളുടെ സുഹൃത്തുക്കളാണ്, തനിക്കൊപ്പം പ്രവർത്തിച്ചിരുന്നവരാണ് എന്ന് തൊപ്പി തന്നെ പറയുന്ന, അല്ലെങ്കിൽ തൊപ്പിക്കൊപ്പം ജോലി ചെയ്തിരുന്നവരാണ് എന്ന് ഈ സുഹൃത്തുക്കൾ പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുപോലെ ഇതിന് സമാനമായ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കണം. അതായത് കൂടുതൽ പേർ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ, സമൂഹത്തിന് മുൻപാകെ എത്തണം, കുറ്റക്കാർ ജയിലിലാകണം. ഇത് തന്നെയാണ് ഇവർ വീഡിയോയിലൂടെയും ആവശ്യപ്പെടുന്നത്. നിഹാറിന്റെ MRZ ഗ്യാങ്ങിൽ ഒപ്പമുണ്ടായിരുന്നവരാണ് ഈ മുഹമ്മദ്, ഷമീർ എന്നിവർ. അവരാണ് ആരോപണം ഉന്നയിച്ച് രംഗത്ത് ഉള്ളത്. ജിജീഷ് കരുണാകരനാണ് വാർത്തയിൽ വിശദാംശങ്ങൾ നൽകിയത്.